പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിക്കെതിരായ ഹർജി തള്ളി ഹൈക്കോടതി. പദ്ധതി നിയമവിരുദ്ധമാണ് എന്ന് പറയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് സ്വാലി വിവരങ്ങളുമായി ചേരുന്നു. സ്വാലി, ആരായിരുന്നു ഹർജിക്കാരൻ? അജിൻസ്, പാലയിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനാണ് ഹൈക്കോടതി ഇത്തരത്തിൽ പൊതുതാത്പര്യ ഹർജിയുമായി സമീപിച്ചത്. ഈ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഹർജിയിൽ പ്രധാനമായും ഉണ്ടായിരുന്ന വാദം സമ്പന്നരായ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നു, ഇതുകൊണ്ട് ഇതിൽ നിലവിൽ തുല്യതയ്ക്ക് വിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. സാമ്പത്തികമായ മാനദണ്ഡം കൊണ്ടുവരണം എന്നതടക്കം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഇത്തരത്തിലുള്ള നടപടി, അതായത് പുരുഷന്മാർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പുരുഷന്മാർക്കടക്കം ഈ സൗജന്യയാത്ര നിഷേധിക്കുകയും അതേസമയം സാമ്പത്തികമായി വളരെ മുൻതൂക്കത്തിലുള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സൗജന്യയാത്ര അനുവദിക്കുകയും ചെയ്യുന്നത് വിവേചനപരമാണെന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം. ഇത് അടക്കം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നത്, പൊതുതാത്പര്യ ഹർജി തള്ളിയിരിക്കുന്നത്. ഈ നിയമം നടപ്പാക്കിയതിൽ, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും കണ്ടെത്താനായില്ല, ഏതെങ്കിലും മാനദണ്ഡം ലംഘിക്കുന്നത് കണ്ടെത്താനായില്ല എന്നതടക്കം നിരീക്ഷണങ്ങൾ നടത്തിയാണ് ഹൈക്കോടതി ഈ കേസ് ഇപ്പോൾ നിലവിൽ തീർപ്പാക്കിയിരിക്കുന്നത്. അജിൻ, ശരി സ്വാലി.